ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പുതിയൊരു ദിവസം കൂടി നമുക്ക് തന്ന ദൈവത്തിന് നമുക്ക് നന്ദി പറയാം. ഈ ദിവസം കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ദൈവവചനം ശ്രവിക്കുന്ന പ്രിയ സഹോദരീ സഹോദരങ്ങളെ, ദൈവമക്കളെ, ഇന്ന് നമ്മൾ ശ്രവിക്കുന്ന തിരുവചന ഭാഗം അപ്പസ്തോല പ്രവർത്തനങ്ങൾ 15-ാം അധ്യായം 29-ാം തിരുവചനം. വിഗ്രഹങ്ങൾക്കർപ്പിച്ച വസ്തുക്കൾ, രക്തം, കഴുത്ത് ഞെരിച്ച് കൊല്ലപ്പെട്ടവ, വ്യഭിചാരം എന്നിവയിൽ നിന്ന് നിങ്ങൾ അകന്നിരിക്കണം. വളരെ ശക്തമായ പരിശുദ്ധാത്മാവിൻ്റെ ഒരു വാണിംഗാണ്. നമ്മൾക്കെല്ലാവർക്കുമുള്ള നമ്മുടെ ജീവിതത്തിലെ മുന്നറിയിപ്പാണ് ഇന്ന് പരിശുദ്ധാത്മാവ് നമ്മൾക്ക് നൽകുന്നത്. ദൈവം നമ്മളോട് സംസാരിക്കുകയാണ്. അന്യദേവന്മാർക്ക് അർപ്പിച്ച വസ്തുക്കൾ ഉപയോഗിക്കാനോ കഴിക്കുവാനോ പാടില്ല. രക്തം, അത് ഏത് രക്തമാണ്, അത് ഉപയോഗിക്കാൻ പാടില്ല. കഴുത്ത് ഞെരിച്ച് കൊല്ലപ്പെട്ട ജീവനുള്ള ഏതൊരു വസ്തുവിനെയും കഴുത്ത് ഞെരിച്ച് കൊന്നതാണെങ്കിൽ അതിനെ ഭക്ഷിക്കുവാൻ പാടില്ല. മോശയ്ക്ക് കൊടുത്ത കൽപ്പനയിലും ഈശോ മിശിഹ ശക്തമായി നൽകിയ കൽപ്പനയുമായ വ്യഭിചാരത്തിൽ നിന്നും നീ നിന്നെ തന്നെ മാറ്റി നിർത്തണം. ഇന്നത്തെ ലോകത്തെ മുൻപിൽ കണ്ടുകൊണ്ട് നമ്മൾ വസിക്കുന്ന ഈ ലോകത്തിൽ നടക്കുന്ന കാര്യങ്ങളെ മുൻകൂട്ടി പരിശുദ്ധാത്മാവ് കണ്ട് അന്ന് കൊടുത്ത മുന്നറിയിപ്പ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുമ്പോൾ അതിൽ ചെന്ന് വീഴാതിരിക്കുവാനും നിങ്ങളെ തന്നെ ശുദ്ധീകരിക്കുവാനും നിങ്ങൾക്ക് പരിശുദ്ധാത്മാവിൻ്റെ അനുഗ്രഹങ്ങൾ നേടുവാനും ദൈവകൃപ നിങ്ങളുടെ കൂടെ എപ്പോഴും ഉണ്ടായിരിക്കുവാനും വേണ്ട ഒരു പ്രധാനപ്പെട്ട മുന്നറിയിപ്പാണ് ഇന്ന് തിരുവചനം നമുക്ക് നൽകുന്നത്. ഈശോയുടെ സ്നേഹം നിറഞ്ഞ മക്കളെ, നമ്മുടെ ജീവിതത്തിൽ ഈ പറഞ്ഞ കാര്യങ്ങൾ എന്തെങ്കിലും നടക്കുന്നുണ്ടെങ്കിൽ ഈ നിമിഷം കർത്താവിൻ്റെ സന്നിധിയിൽ മാപ്പ് പറഞ്ഞുകൊണ്ട് അതിനെല്ലാം ഉപേക്ഷിക്കുവാനും പൂർണ്ണമായി കർത്താവിൻ്റെ അടുക്കിലേക്ക് തിരിയുവാനും കർത്താവിൻ്റെ കൃപയും പരിശുദ്ധാത്മാവിൻ്റെ സഹായം നേടുവാനും നിങ്ങൾക്ക് തന്നെ നന്മയുണ്ടാകുവാനും ദൈവം സമർത്ഥമായിട്ട് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പിതാവായ ദൈവത്തിൻ്റെയും പുത്രനായ യേശു ക്രിസ്തുവിൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും സഹായം എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ. ഈ തിരുവചനം നിങ്ങൾക്കൊരനുഗ്രഹമായി മാറട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. കർത്താവിൻ്റെ സമാധാനം എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ.